മാഡം ഈ സ്ഫോടനം സംബന്ധിച്ച്, അതായത് സ്ഫോടനം നടക്കുന്നുണ്ടല്ലോ, സ്വാഭാവികമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് ഈ സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല എന്ന് പറയേണ്ടി വരും. കാരണം ഇത്തരത്തിൽ സ്ഫോടന വസ്തുക്കൾ നിർമ്മിക്കണമെങ്കിൽ പോലും അത് സർക്കാർ അതിൻ്റെ പരിശോധനകൾ കൃത്യമായി നടത്തിക്കഴിഞ്ഞാൽ അത് എവിടെയാണ് നിർമ്മിക്കുന്നത്, അതിൻ്റെ അസംസ്കൃത വസ്തുക്കൾ എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തത വരുത്താൻ കഴിയും. പക്ഷേ ഇതിലെല്ലാം അനാസ്ഥ കാണിക്കുകയാണ്. സ്ഫോടനം നടന്നു കഴിയുമ്പോഴാണ് പിന്നീട് അതിൻ്റെ അന്വേഷണവും മറ്റു കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അല്ല, കണ്ണൂർ ഇത് ആദ്യമായിട്ടല്ലല്ലോ സ്ഫോടനം ഉണ്ടാവുന്നത്. ഈ പടക്ക നിർമ്മാണ ശാലകളും ഗുണ്ട് നിർമ്മാണശാലകളും അല്ല, കൃത്യമായിട്ടുള്ള ബോംബ് നിർമ്മാണ ശാലകളാണ് കണ്ണൂർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ കണ്ണൂർ ഒരു കുടിൽ വ്യവസായം പോലെ ഇത് പല സ്ഥലത്തും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ കേസിൽ അങ്ങനെയല്ല. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം, അൺലൈസൻസ്ഡ് ആയിട്ട് ഇതിൽ ആരും പറയാത്ത, ഈ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് ലൈസൻസ് ഉണ്ടോ? ഈ ആളെ പിടിച്ചു, ഇയാളിപ്പോ സ്ഫോടന നിരോധന നിയമപ്രകാരം കേസെടുത്തു. യഥാർത്ഥത്തിൽ പ്രതി ആരാണ്? യഥാർത്ഥ പ്രതി സർക്കാരാണ്. കാരണം സർക്കാർ ഇത് ലൈസൻസ് കൊടുത്തിട്ടില്ല. ലൈസൻസ് കൊടുക്കാതെ അൺലൈസൻസ്ഡ് ആയി ആളുകൾക്ക് ഇത്തരം സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാൻ ഇന്ത്യയിൽ യാതൊരു തരത്തിലുള്ള നിയമവുമില്ല. അത് ഇല്ലീഗലാണ്. അപ്പൊ ആ ഇല്ലീഗലായിട്ടുള്ള ഈ പ്രവർത്തനം സർക്കാരിന്റെ സംവിധാനങ്ങൾ അറിയാതിരിക്കില്ലല്ലോ. അപ്പൊ അതിനോട് കണ്ണടച്ചത് ആരാണ്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ആ ചോദ്യം കൃത്യമായും ഇപ്പം മാധ്യമങ്ങൾ പോലും ചോദിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവണം. അതായത് സ്ഫോടനം നടക്കുമ്പോൾ ഉടനെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ CPM പറയും കോൺഗ്രസ്സുകാരാണെന്ന്, കോൺഗ്രസ്സുകാർ പറയും CPM ഇങ്ങനെയാണോ ഈ വിഷയത്തിനെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്? അതല്ല. ഇപ്പോൾ ഇത്തരം നിർമ്മാണശാലകൾക്ക് ലൈസൻസ് കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ സർക്കാർ അത് പ്രഖ്യാപിക്കണം. ഇന്ന ആളുകൾക്ക് ലൈസൻസ്ഡ് ആയിട്ടാണ്. അപ്പോൾ ലൈസൻസ്ഡ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിനും ഏജൻസികളുണ്ട്. സർക്കാരിൻ്റെ സംവിധാനങ്ങളിൽ ലൈസൻസ്ഡ് ആളുകൾ ലൈസൻസ് കണ്ടീഷനുകൾ പാലിച്ചുകൊണ്ടാണോ ഇത്തരം നിർമ്മാണങ്ങൾ നടത്തുന്നത്? അതോ ഇത്തരം ആളുകൾ കണ്ണൂരിൽ ലൈസൻസ് ഇല്ലാതെയാണോ നടത്തുന്നത്? ലൈസൻസ് ഇല്ലാതെ അങ്ങനെ നടത്തുന്നുണ്ടെങ്കിൽ സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പും സർക്കാരിൻ്റെ സംവിധാനങ്ങളും സർക്കാരിൻ്റെ മൈൻ ജിയോളജി വകുപ്പും എന്തെടുക്കായിരുന്നു എന്ന് പറയുന്ന ഒരു ചോദ്യമാണ് ഇതിൽ നമ്മൾ ചോദിക്കേണ്ടത്. ബോംബ് പൊട്ടി ആളുകൾ മരിച്ചതിന് ശേഷമല്ല സർക്കാർ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതിന് ഇപ്പോൾ വിജിലൻസിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു ബോംബ് നിർമ്മാണശാല അവിടെ പ്രവർത്തിക്കുന്നുണ്ടോ എന്നതിനെ സംബന്ധിച്ച് ഇതുവരെ അവരന്വേഷിച്ചതായിട്ട് ആ ഭാഗത്തേക്ക് ഇവർ ശ്രദ്ധിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ്? അതായത് ഈ പറഞ്ഞ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ ബോംബ് ആവശ്യമുണ്ട്. അപ്പം ബോംബ് ആവശ്യമുള്ള രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പിന്തുണയോടുകൂടിയാണ് പല ആളുകളും അവിടെ പ്രവർത്തിക്കുന്നത്. ഇപ്പം അതിൽ ഒരു പാർട്ടി എന്ന് പറയാൻ കണ്ണൂർ പറ്റില്ല. കണ്ണൂർ എല്ലാ പാർട്ടികളും, സത്യനന്ദിക്കാടിൻ്റെ ഒരു സിനിമയുണ്ട്, കണ്ടിട്ടുണ്ടോ? മനോഹരമായിട്ടൊരു സിനിമയാണ്, ഒരു കുഞ്ചാക്കോ ബോബൻ അഭിനയിച്ച ഒരു സിനിമ. അതിൽ ഈ കണ്ണൂരിൻ്റെ ഒരു സവിശേഷമായിട്ടുള്ള ബന്ധങ്ങളും ബോംബ് നിർമ്മാണവും സ്റ്റീൽ ബോംബ് പൊട്ടിക്കുന്നതും ഇങ്ങനെ കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. അപ്പോൾ അതിലൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോംബ് നിർമ്മിക്കുക എന്നുള്ളത്, ബോംബ് ഉണ്ടാക്കുക എന്നുള്ളത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഏതാണ്ട് പച്ചക്കറി നടന്ന പോലെയാണ് അവർ കാണുന്നത്. അപ്പോൾ ഈ ബോംബ് കൊണ്ടുവന്ന് അവിടെ ഇടുന്നതും. അപ്പം നമ്മൾക്ക് കണ്ണൂരിനെ കുറിച്ചുള്ള ഒരു പൊതുധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂരിലുള്ള ആളുകളെല്ലാം ഈ ബോംബ് ചെയ്യുന്ന ആളുകളാണെന്നുള്ള. പക്ഷെ അതും ശരിയല്ല. കണ്ണൂരിൻ്റെ ഒരു പ്രത്യേക മേഖലകളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ തന്നെ താല്പര്യങ്ങൾക്ക് ഈ ബോംബുകൾ വാങ്ങിക്കുന്നത് ആരാണ്? ഈ ബോംബ് ഉണ്ടാക്കും അതിൻ്റെ ഉപഭോക്താക്കൾ ആരാണ്? അതും ഈ രാഷ്ട്രീയ പാർട്ടികളല്ലേ. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച്, ഇത്ര അധികാരം ഇരിക്കുന്ന ഒരു സർക്കാരിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഇല്ലീഗലായിട്ടുള്ള അൺലൈസൻസ്ഡ് ആയിട്ടുള്ള ബോംബ് നിർമ്മാണശാലകൾ, പടക്കം, ഇപ്പം നമ്മൾ പടക്കം കുടിൽ വ്യവസായം പോലെ പടക്ക കമ്പനികൾ പടക്കം നിർമ്മിക്കുന്ന യൂണിറ്റുകളും പൊട്ടിത്തെറിച്ച് പല ആളുകളും മരിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നമ്മളൊരു അതും ഈ ബോംബും തമ്മിൽ ഡിഫറൻറ്റാണ്. ഈ പടക്കം എന്ന് പറഞ്ഞാൽ ദീപാവലി ആയാലും വിഷു ആയാലും അതുപോലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കുടിൽ വ്യവസായം പോലെ ആളുകൾ ഉപജീവനത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇത് ഉപജീവനമല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ RDX ആണോ? എന്ത് തരത്തിലുള്ള ബോംബാണ്? ആർക്ക് വേണ്ടിയാണ് ഇയാൾ നിർമ്മിച്ചു കൊണ്ടിരുന്നത്? ഇതൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. അപ്പോൾ സർക്കാരിൻ്റെ ഇത്തരം കാര്യങ്ങൾക്ക് വിജിലൻസ് ഇല്ലായ്മയാണ് യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു സ്ഫോടനം ഉണ്ടാകാൻ കാരണം. അത്തരത്തിലുള്ള ഒരു ബോംബ് നിർമ്മാണശാല അവിടെ പ്രവർത്തിക്കാനായിട്ട് കാരണം ഇയാളെ പിടിച്ചു, അറസ്റ്റ് ചെയ്തു, ജയിലിലടച്ചു, ചോദ്യം ചെയ്തു. ഇനി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച യഥാർത്ഥ ആളുകളെ എപ്പോഴെങ്കിലും പിടിച്ചിട്ടുണ്ടാവും? ഒരു സർക്കാരിൻ്റെ കാലത്തും
യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിലുള്ള കോൺസ്പിറസി നടത്തുന്ന ഇതിന് വേണ്ടിയിട്ട് ആർക്ക് വേണ്ടിയാണ്, ഏത് മുതലാളിക്ക് വേണ്ടിയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നതെന്ന് ഇതുവരെ സർക്കാരുകൾ എന്ത് ചെയ്തിട്ടില്ല, കണ്ടുപിടിച്ചിട്ടില്ല. എന്തുകൊണ്ട് അങ്ങനെ കണ്ടുപിടിക്കപ്പെടുന്നില്ല? എത്ര ആളുകളുടെ ജീവനാണ് പൊലിഞ്ഞേക്കണം. അത് മാത്രമല്ല, എത്ര ആളുകളുടെ ജീവൻ പൊലിയാൻ വേണ്ടിയാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പക്ഷെ ഇവിടെ മുഖ്യമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർക്ക് ലൈസൻസ് ഉണ്ടായോ ഇല്ലയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ ഇനി അനുവദിക്കുന്നതല്ല എന്നൊരു പ്രഖ്യാപനം ഇതുവരെ നടത്തിയിട്ടില്ല. അതിനെ സംബന്ധിച്ച് ഒരു അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഉണ്ടായി. ഏതാണ്ട് ഒരു 6 മാസം മുന്നല്ലേ ഒരു പടക്ക നിർമ്മാണശാലയ്ക്ക് അവിടെ തന്നെ കണ്ണൂർ ഉണ്ടായി. അവിടെ ആള് മരിച്ചതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കണ്ണൂരിനെ സംബന്ധിച്ച് കണ്ണൂരുകാരെല്ലാവരും ഇത്തരത്തിൽ ബോംബ് ഉണ്ടാക്കുന്നവരോ ബോംബിനെ സ്വീകരിക്കുന്നവരോ ഒന്നുമല്ല. വളരെ നിഷ്കളങ്കരായിട്ടുള്ള സാധാരണ മനുഷ്യരാണ് കണ്ണൂരുകാരായിട്ടുള്ള ആളുകൾ. കണ്ണൂരുകാരെല്ലാവരും ക്രൂരന്മാരും ബോംബിടുന്നവരുമാണെന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കുന്ന ഒരു സംവിധാനം കൂടിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അൺലൈസൻസ്ഡ് ആയിട്ടുള്ള ഇത്ര. അപ്പൊ നമ്മൾ അൺലൈസൻസ്ഡ് ആയിട്ട് പല രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പ് സാഹചര്യങ്ങളിലൊക്കെ അവിടെ ഇത്തരത്തിലുള്ള ബോംബ് നിർമ്മാണങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ ഇത് അതിനേക്കാൾ വളരെ സീരിയസ് ആയിട്ടുള്ള രീതിയിൽ ഇതൊരു ബിസിനസ് എന്ന നിലയിൽ മറ്റെന്തൊക്കെ കാര്യങ്ങൾക്കോ, ചിലപ്പോൾ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കാണോ, അത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണോ, ഇതൊക്കെ വളരെ ഗൗരവമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അങ്ങനെ ബോംബ് ഉണ്ടാക്കുന്ന ആളുകൾ പൊട്ടിത്തെറിക്കുന്ന സമയത്ത് അതുണ്ടാക്കുന്ന ആളുകളുടെ ഉടമസ്ഥയെ സംബന്ധിച്ച് ഇപ്പോൾ തർക്കമാണ്. ഒരാളുടെ വീട്ടിലാണ്, ഇയാൾ വാടകയ്ക്കാണ്. അങ്ങനെ വാടകയ്ക്ക് പോലും ഒരാൾക്ക് വന്നിട്ട് ഇത്തരത്തിൽ ബോംബ് നിർമ്മിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം അത് സർക്കാരിന്റെ വീഴ്ച തന്നെയാണ്. അത് സർക്കാർ അത് അങ്ങനെ തന്നെ മനസ്സിലാക്കി അതിനോട് റിയാക്ട് ചെയ്താലേ യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുള്ളൂ. അല്ലാതെ ഉടനെ തന്നെ കോൺഗ്രസ്സുകാരെ കുറ്റപ്പെടുത്തി, കോൺഗ്രസ്സുകാർ കുറച്ച് കഴിയുമ്പോൾ CPM-മാരെ കുറ്റപ്പെടുത്തി, അങ്ങനെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവില്ല. കാരണം അവർ രാഷ്ട്രീയ പാർട്ടികളാണ്. പക്ഷെ ഭരിക്കുന്നതാരാ? ഭരിക്കുന്ന സർക്കാരിനാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം. ഇതിന് മറുപടി പറയേണ്ടതും ഭരിക്കുന്ന സർക്കാരാണ്.